ഇന്ന് പുറത്തു വന്ന 3 ക്രിക്കറ്റ് ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് വിരാട് കോഹ്ലിയുമായി ബന്ധപ്പെട്ടതാണ്. കോഹ്ലി തന്റെ കരിയറിന്റെ അവസാന ഘട്ടത്തിലാണ്. കോഹ്ലി ഇപ്പോൾ ഫോം ഔട്ടിലാണ്. അതുകൊണ്ട് തന്നെ കോഹ്ലിയെ ടെസ്റ്റിൽ നിന്ന് ഒഴിവാക്കാനാണ് BCCIയുടെ പദ്ധതി. കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് ഉടനെ തന്നെ വിരമിക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഇനി കോഹ്ലിയെ ഏകദിനത്തിൽ മാത്രമായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്. T20യിൽ നിന്ന് കോഹ്ലി നേരത്തെ തന്നെ വിരമിച്ചതാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇനി യുവതാരങ്ങളാണ് വരാൻ പോകുന്നത്. കോഹ്ലിയെ പുറത്താക്കാൻ BCCI തീരുമാനിച്ചുവെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. കോഹ്ലി വിരമിച്ചാൽ അത് ഇന്ത്യക്ക് ടെസ്റ്റിൽ തീരാ നഷ്ടമായിരിക്കും. കോഹ്ലിയെ പോലെ ഒരു കളിക്കാരനെ ഇനി ഇന്ത്യക്ക് കിട്ടില്ല. അടുത്തൊരു അപ്ഡേറ്റ് MS ധോണിയുമായി ബന്ധപ്പെട്ടതാണ്. MS ധോണി ഇന്ത്യൻ ടീമിന്റെ നട്ടലായിരുന്നു. ഇന്ത്യക്ക് വേണ്ടി ഒരുപാട് കപ്പുകൾ MS ധോണി നേടി തന്നിട്ടുണ്ട്. ധോണിക്ക് പകരം വെക്കാൻ ആരും തന്നെ ഇല്ല. ഇപ്പോഴത്തെ ധോണി ഇന്ത്യൻ ടീമിലേക്ക് വരാൻ പോവുകയാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് ഗംഭീറിനെ മാറ്റുമെന്ന റിപ്പോർട്ട് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. T20യിലും ഏകദിനത്തിലും മാത്രമായിരിക്കും ഗംഭീർ കോച്ചാവുന്നത്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്ക് ഒരു പുതിയ കോച്ച് വരാൻ പോവുകയാണ്. അതിന് കാരണം ഇന്ത്യ ടെസ്റ്റിൽ തോൽക്കുകയാണ്. ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിന് വരെ ഇന്ത്യ പുറത്താകാൻ നിൽക്കുകയാണ്. ഓസ്ട്രേലിയൻ ടെസ്റ്റ് കഴിഞ്ഞാൽ ഇന്ത്യക്ക് പുതിയൊരു കോച്ച് വരും. ധോണി ഇന്ത്യയുടെ ടെസ്റ്റ് കോച്ചാകുമെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ധോണി വന്നാൽ ഇന്ത്യയുടെ ടെസ്റ്റ് ടീം നമ്പർ 1 ആകുമെന്നത് ഉറപ്പാണ്. അടുത്തൊരു അപ്ഡേറ്റ് സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടതാണ്. സഞ്ജുവിന് വീണ്ടും അവസരങ്ങൾ വന്നിരിക്കുകയാണ്. നിലവിൽ സഞ്ജുവിനെ T20യിൽ മാത്രമേ കളിപ്പിക്കുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ ഗംഭീർ തീരുമാനം മാറ്റിയിരിക്കുകയാണ്. വരാൻ പോകുന്ന ഏകദിന സീരീസിൽ സഞ്ജുവിൻ്റെ പേര് കൊടുത്തിരിക്കുകയാണ്. BCCI അംഗീകരിച്ചാൽ സഞ്ജുവിന് T20 ടീമിൽ നിന്ന് ഏകദിന ടീമിലേക്ക് പ്രൊമോഷൻ കിട്ടും. വരാൻ പോകുന്ന ഇംഗ്ലണ്ട് സീരീസിലായിരിക്കും സഞ്ജു കളിക്കാൻ പോകുന്നത്. ഇംഗ്ലണ്ടുമായിട്ട് T20യും ഏകദിനവും കളിക്കുന്നുണ്ട്. ഏകദിന സീരീസിലേക്കാണ് സഞ്ജുവിനെ ഇപ്പോൾ ഗംഭീർ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. സഞ്ജു നേരത്തെ തന്നെ ഏകദിനത്തിൽ മികച്ച കളി കാഴ്ചവെച്ചിട്ടുണ്ട്. അവസാന ഏകദിനത്തിൽ സഞ്ജു സെഞ്ചുറിയും അടിച്ചിട്ടുണ്ട്. എന്നിട്ടും താരത്തെ പുറത്താക്കി. ഇപ്പോഴത്തെ വീണ്ടും സഞ്ജു ഇന്ത്യയുടെ ഏകദിന ടീമിൽ ഇടം പിടിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.